ഇന്ന് മഴ പ്രമാണിച്ചിട്ട് ഫുൾ ക്രൂസ് പോണ്ടല്ലോ. നല്ല സുഖം തന്നെ കിടന്നുറങ്ങി. എണീച്ചിട്ടുണ്ടാവൂല. ലതാ ലതാ നിങ്ങന്ന് നേരത്തെ വന്നു. ആ വെള്ളച്ചാട്ടത്തിന്റെ ഒച്ചക്ക് വിളിച്ചാലും കേൾക്കുന്നില്ല. നേരത്തെ വന്നിട്ട് ഇപ്പം വന്നത്ര പിള്ളേർ എണീച്ചിട്ടുണ്ടാവൂല അല്ലെ. നല്ല സുഖമല്ലല്ലോ മഴത്ത് കിടന്നുറങ്ങാൻ. സ്കൂളും പോണ്ടല്ലേ. വെള്ളച്ചാട്ടം ഉണ്ടായതുകൊണ്ട് ഒച്ച കേൾക്കൂല വിളിച്ചാൽ. മീനി കേട്ടാ ചെറിയ കുഞ്ഞാട്ടാണ്. പിന്നെ ചക്കപ്പാക്കിനാ ഇന്നലെ തിന്നാൻ പറ്റിട്ടല്ല. ഇന്നലെ ചക്കപ്പാക്കുമ്പോ നിങ്ങൾക്ക് നേറ്റ് ഡ്യൂട്ടിക്ക് പോകാനായില്ല. നിങ്ങൾ ഓരിയാൻ ആടെ എടുത്ത് വെച്ചിനിപ്പ. നിങ്ങ എന്തിനീ ഏട്ടൻ മനുഷ്യന് കുഞ്ഞേട്ടാ അതിന് തോല് ഒളിക്കേണ്ടി വരൂലേ? നീ എന്നാ തോർത്തിങ്ങോട്ട് എടുത്ത് കുളിക്കട്ടെ. പിന്നെ മഴ പെയ്യാൻ സാധ്യത. ബെൽറ്റും ഷർട്ടെല്ലാം അവിടെ വെച്ചേ. തോട്ട് പോയി കുളിക്കാവുന്നു അല്ലേ. ചായ ആയിട്ടേ വേഗം കൊണ്ടാ വിശക്കുന്ന്. അവിടെ നിന്ന് കഴിച്ചിട്ട് വരുമ്പം കാൽച്ചായ കുടിച്ചിനി. കടിയൊന്നും തിന്നിട്ടാ. സമയം ഇപ്പൊ എത്രയായി? 9 മണി ആയില്ലേ. നമ്മുടെ ചക്കപ്പുറത്തു ചക്കപ്പം പ്രതീക്ഷിച്ചിരിക്കുന്നു ഞാൻ. അപ്പൊ നമ്മുടെ ചക്കപ്പം എത്തിയിട്ടുണ്ട്. ചക്കപ്പം ഇതാ പുറത്തിങ്ങനെ ചാറ്റ മഴയുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ചായ വന്ന ചായ ഇല്ല കേട്ടോ, ചൂടുവെള്ളമാണ്. ചായ മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു ഗ്ലാസ് കഴിക്കും. ഇത് ചൂടുവെള്ളമാണ്. ചായ കുടിക്കൽ കുറവാണ്. അപ്പൊ നമ്മള് ചക്കപ്പം നോക്കട്ടെ. ഇതാ സ്പെഷ്യൽ ചക്കപ്പം. അത്രയൊന്നും വേണ്ട. തേങ്ങാക്കൊത്ത് ഇത് ഇട്ടിട്ടേ. തേങ്ങാക്കൊത്ത് എല്ലാ കൊത്തും ഇട്ടിന്. അച്ഛനോട് കൊടുത്തിട്ടാ. അച്ഛനോട് കൊടുക്കണം. അച്ഛൻ കൊടുക്കുമ്പോൾ കൊടുക്കണം. ഇന്നച്ചോ ശരി. മിക്സ് കേടാണ്. തറവാട്ടിൽ പോയിട്ട് അരച്ചതാണ്. ഇഷ്ടം പിള്ളേർക്കല്ല. എന്താ അവർക്ക് തലേന്നത്തെ ദോശ വലിയ ഇഷ്ടമല്ല. ഒരാൾക്കും ഇഷ്ടമാണ്. അത് സാമ്പാറിൽ നോക്ക്. ചക്കപ്പം നിന്റെ ആഗ്രഹമല്ലോ. കുഴപ്പമില്ല. അങ്ങനെ ചായ കൂടി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്നലെ ചക്കപ്പാക്കാൻ കുറേ വൈകിനി. അതാ വൈകുന്നേരം ആക്കിനി. അപ്പോൾ അച്ഛൻ നമുക്ക് കൊണ്ട് കൊടുത്തിട്ടാ. ഞാൻ ഏതാ കൊണ്ട് കൊടുക്കട്ടെ. പിന്നെ മരുന്നും കൊടുക്കാനുണ്ട്. അപ്പോൾ അച്ഛനോട് തന്നെ ഇരിക്കുന്നുണ്ടല്ലോ. ചായ പിടിച്ചു വച്ചാ. ചായ പിടിച്ചു വാ. ഇതാ ചക്കപ്പം ഇന്നലെ വൈകുന്നേരം ഒക്കെയാണല്ലോ. അതാ ഇത് ഗുളികയാണോ കേട്ടോ. അമ്മ ചായ പിടിച്ചു വാ. അതെയാ. വൈകുന്നേരം ചായ കൂട്ടിക്കോ. ഇന്നലെ ആക്കാൻ വൈകി പോയി തോന്നുന്നു. ഇന്നലെ വൈകുന്നേരം ആക്കിനി. ഞാൻ പോട്ടെന്നേ കുറച്ച് ഉറങ്ങണം. അങ്ങനെ അച്ഛന് ചക്കയപ്പം മരുന്നും കൊടുത്തു. ഇനി കുറച്ച് സമയം കിടന്നുറങ്ങണം കേട്ടോ. നൈറ്റായതുകൊണ്ട് ഉറക്കൊഞ്ഞ് വരെയില്ലായിരുന്നു. അപ്പോൾ കുറച്ച് സമയം കിടന്നുറങ്ങട്ടെ. അങ്ങനെ ഉറക്കെല്ലാം കഴിഞ്ഞോട്ടാ. ഒരു 1.5 മണിക്കൂർ ഉറങ്ങി.
എന്തായി നോക്കട്ടെ, കറിയിലായോ നോക്കട്ടെ. ഇല്ല ഇല്ല, കണ്ട ആടിയുണ്ടല്ലോ വീട്ടിലുണ്ടല്ലോ. ഏത് ഇട്ടുവാ എന്നാ ഉണ്ടാവൂല. എന്താ അച്ഛൻ എന്താ പഴയ നൊസ്റ്റാൾജിക്ക് ചെമ്മണിക്കൂട് കത്തിച്ചിട്ടുണ്ട്. നല്ല തണുപ്പ് അല്ലേ, തണുപ്പ് തണുപ്പ്. ഇരിക്കറമ്മേ, നോക്കണേ. ഏട്ടക്കറിയാണ്, ഏട്ട ഏട്ട കുഞ്ഞേട്ടയാണ്, ചെറിയ ഏട്ടയാണ്. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോ വാങ്ങിയതാണ്. അതെയാ, കുറച്ച് ചക്കക്കുരു ഇറക്കാൻ അങ്ങോട്ട് തന്നെ. മീൻകറി ഒക്കെ ചെന്തുണ്ട്. മീൻകറി മീൻകറി ഒക്കെ സുണ്ടാ അച്ഛൻ്റെ ചക്കക്കുരു ഉണ്ടല്ലേ പക്ഷേ. ഇവിടുത്തെ കറി സാമ്പാറും ചക്കക്കുരു വറും. നമ്മളവിടെ സാമ്പാർ ഉണ്ടായി രാവിലെ വെച്ചത്, അതുകൊണ്ട് അച്ഛൻ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല. ഇവിടെ സാമ്പാർ ഉണ്ട്. എന്നാലും അച്ഛൻ സാമ്പാറിന് ഇഷ്ടമല്ല, അച്ഛൻ മീനെ ഇഷ്ടമില്ല. മീനെ ഇഷ്ടല്ലേ. എന്നാ പിന്നെ അച്ഛനമ്മ ചോറ് കഴിക്കട്ട്. താറ്റോടുത്ത അച്ഛാ, അമ്മ താറ്റോടുത്തെ. അമ്മക്ക് കറി അങ്ങനെ കുഴച്ച് കഴിക്കൊന്നും വേണ്ടല്ലേ. എന്നാ പിന്നെ ഞാനും പോയി കഴിക്കട്ടെ. എന്താ അച്ഛൻ്റെ ചക്കക്കുരു കുറവ് നടക്ക്. നടന്നു നടന്നു വരുന്നു. അപ്പോൾ ഞാനും ചോറ് വയ്ക്കലായി. മഴ ഇങ്ങനെ ചാറിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലി നമ്മളെ ഏട്ട, ചെറിയ ഏട്ട മുളകിട്ടത്, പിന്നെ അച്ഛൻ്റെ ചക്കക്കുരു ഉണ്ട് അല്ലേ, പിന്നെ സാമ്പാറുണ്ട്, നമ്മളെ പയർ വറവുണ്ട്. ഏട്ട വലിയ ഏട്ട തന്നെ ആയിരിക്കണം. വലിയ ഏട്ട സാധു, ചെറിയ ഏട്ട ഇല്ല. ചെറിയതല്ലേ. മീൻ ഏത് വാങ്ങുമ്പോൾ നല്ല മൂത്ത മീൻ വാങ്ങുന്നതാണ് നല്ലത്. ഒരു പ്രത്യേക ടേസ്റ്റാണ്. എന്നാ പിന്നെ ഞാൻ കഴിക്കട്ടെ, തൊണ്ടക്ക് കുടിക്കുന്ന ഈ വെള്ളം എടുത്ത്. ഓക്കെ.